ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തിരിച്ച് നാട്ടിൽ പോവാണ്. ഓണം വെക്കേഷൻ ആയിട്ട്. അപ്പം ഞാൻ എന്താ ഓടി പിടിച്ച് മെട്രോ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി മെട്രോയിൽ കയറുന്ന കാര്യങ്ങളും എല്ലാം കാണാം. ഞാൻ എങ്ങനെ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള മെട്രോയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ബോർഡിൽ കണ്ടു കുറച്ച് മിനിറ്റ് എടുക്കുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ബാഗൊക്കെ ഉള്ളതല്ലേ. അപ്പോഴേക്കും എന്താ നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. മെട്രോ ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് കഷ്ടപ്പാടായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചു. എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ആ ഭംഗിയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റേഷൻ എത്തിയതാ. ഞാൻ ടിക്കറ്റ് കാണിക്കുകയാണ്. ഇറങ്ങുമ്പോൾ ഒരു ടെൻഷൻ, ദൈവമേ ടിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇറങ്ങാൻ എക്സിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടവർ ഇവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും ചാടി ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം, നമ്മുടെ ട്രെയിൻ പോട്ടെ, ട്രെയിൻ പോകുന്ന കണ്ടിട്ട് നമുക്ക് പോവാം. ഞാൻ ചുമ്മാ എക്സ്പ്രഷൻ ഇടാം, അയ്യോ നമ്മുടെ ട്രെയിൻ പോവുകയാണല്ലോ. അങ്ങനെ ഞാൻ നടന്നു. താഴോട്ട് പോയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രണ്ടിൽ കണ്ടോ കുറച്ചുപേരൊക്കെ ഓടുകയാണ് പെട്ടെന്ന് എത്താൻ വേണ്ടി. ഞാൻ പക്ഷേ ഇങ്ങനെ എന്തിനാ ഇവരൊക്കെ ഓടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പതുക്കെ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഓടുന്നതാണോ, കാരണം എനിക്കപ്പോൾ ഒരു ബോധം വന്നു, അയ്യോ ഇനി കുറച്ച് മിനിറ്റേ ഉള്ളൂ. അപ്പം ഞാൻ ഭയങ്കര ഓട്ടം ഓടുകയാണ്. അതിൻ്റെ കൂടെ ഇവിടെ പണി നടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഏതാ പ്ലാറ്റ്ഫോം എന്നൊക്കെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കോമഡി ഉണ്ടായി. അതായത് ഞാൻ പോയിട്ട് കന്യാകുമാരി എന്ന് എന്തോ ആയിരുന്നു. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ ഷോർട്ട് ഫോം എന്തോ ചോദിച്ചപ്പോൾ ലൈക്ക് അവിടെ ആ ഒരു ഇൻഫോർമേഷൻ സെൻ്റർ ഇരുന്ന പുള്ളി ഭയങ്കര ചിരിയായിരുന്നു, അത് കന്യാകുമാരിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതെന്തോ ഇംഗ്ലീഷിൽ എന്തോ ഒരു പുതിയ വാക്കൊക്കെ ആയിട്ട് പുള്ളിയോട് പ്രൊനൗൺസ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നല്ല കട്ടപ്പൊരി വെയിലാണ്. ഇടയ്ക്ക് ഭയങ്കര ചൂടും ഇടയ്ക്ക് ഭയങ്കര മഴയായിരിക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ എന്താ നല്ലൊരു തണുത്ത വെള്ളമൊക്കെ വാങ്ങിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നു. പക്ഷെ നന്നായിട്ട് വെയിൽ അടിച്ച് കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ എടുത്ത് കെട്ടിവെച്ചു. അപ്പോൾ ഒരു ആശ്വാസമുണ്ട്, ആഹാ സമാധാനം. അപ്പോൾ ആക്ച്വലി ഈ ബോയ്സിനൊക്കെ അപ്പോൾ അത്രേ ചൂടെടുക്കുന്നുള്ളല്ലേ. നമ്മുടെ ട്രെയിൻ അങ്ങനെ പതുക്കെ എടുത്തിട്ടുണ്ട്. ട്രെയിൻ അങ്ങനെ അനങ്ങുമ്പോൾ തന്നെ എന്താ സമാധാനം. ആ ചൂടത്ത് ആ ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയും. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാം. ഞാൻ ഒരു റോളാണ് വാങ്ങിച്ചത്, കാരണം എനിക്ക് ഈ ട്രെയിനിലിരുന്നിട്ട് ഭയങ്കര വിഭവ സമൃദ്ധമായിട്ട് മറ്റിങ്ങനെ കുഴച്ച് ഇളക്കി കഴിക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഇതാകുമ്പോൾ ലൈക്ക് പെട്ടെന്ന് പരിപാടിയും കഴിയും, നല്ല ടേസ്റ്റുമാണ്. ഞാൻ വാങ്ങിച്ചത് മീറ്റിൻ്റെ ഒരു റോളാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്താ ഉറക്കം എണീറ്റിരിക്കുകയാണ്. ഞാൻ ഉറക്കം എണീറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ ഈ നമ്മുടെ കീച്ചെയിനൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടു. അപ്പം ഞാൻ സൗണ്ട് കേട്ടാണ് ഉണർന്നത്. പക്ഷേ ഉണർന്നത് നന്നായി. നമ്മുടെ ട്രെയിൻ അരമണിക്കൂർ മുമ്പേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും ട്രെയിൻ മിസ്സായിട്ടുണ്ടോന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, ഓണമല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ചൊരു പരിപാടിയാണല്ലോ. അപ്പോൾ ഇതാ എന്നെ വിളിക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഉള്ളിൽ കയറി. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എങ്ങോട്ട് പോകണം. ഇവിടെ ഭയങ്കര ഓണക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഇച്ചിരി സീനാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഭയങ്കര ലാഭത്തിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മളിവിടെ നിർത്തുന്നില്ല. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. ആകാശ്, ചായ കുടിക്കാൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പേരറിയോ കടയുടെ? അമ്മയ്ക്ക് അറിയോ? ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ഞാൻ എടുത്തു, അപ്പൂപ്പന് വീഡിയോ എടുത്ത്. എന്ത് സാധനം വാങ്ങിച്ചോ? ഗൈസ്, അമ്മയ്ക്ക് പി ഊതാൻ ഭയങ്കര ആഗ്രഹം. കോമഡി. വരുന്നതിന് നമുക്കൊരു ട്രെൻഡ്സിന്റെ ഒരു 500 രൂപയുടെ കൂപ്പണും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സീറ്റൊക്കെ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് കഴിക്കുന്നത്? എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കാൻ വാങ്ങുന്നത്? ശരിയായതല്ല. അമ്മയുടെ ഒരു പ്രത്യേകത, അമ്മ ഇടയ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഫേസ് വെക്കും. പക്ഷെ അമ്മ സീരിയസ് ആയിരിക്കത്തില്ല. എന്നാൽ അമ്മ ചിരിക്കുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് തോന്നത്തുമില്ല. അങ്ങനെ ഒരു പ്രത്യേകത അമ്മയ്ക്കുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പം അതാ നമ്മുടെ വട വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ചൂടുന്നൊരു വിഷയമല്ല. അമ്മ പണ്ടത്തെ ഹൈ ജമ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ വട അടിപൊളിയായിട്ട് കഴിക്കും. കഴിക്ക്
ഇച്ചിരി കഴിക്ക്. അവിടെ നല്ല സൗണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് ഡബ് ചെയ്ത് തരാം. ഗൈസ്, ഈ വട ഭയങ്കര ചൂടാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ച് കാണിച്ചിരുന്നു പറഞ്ഞിട്ട് തീരെ അത് എടുക്കാൻ പോലും പറ്റാത്തതിൻ്റെ ദയനീയ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, അത്യാവശ്യം കൊള്ളാം. ചൂടായതുകൊണ്ട് നമുക്ക് പിന്നെ കാണാമെന്നാണ് ഞാൻ പറയുന്നത്. കഴിക്ക്, എന്നിട്ട് സൂപ്പർ എന്ന് പറയാം. നല്ലൊരു അടിപൊളി പാൽ പേടയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ, ഡ്രസ്സൊക്കെ എടുക്കണ്ടേ. സൂപ്പർ ലിഫ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? സെക്കൻഡ് ഫ്ലോർ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഷർട്ട് എടുക്കാൻ. ഓക്കെ, ഷർട്ട് എടുക്കുവോ? ഷർട്ട് വാങ്ങാൻ. നമ്മൾ കുറച്ച് ഷർട്ട് നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കടയൊന്നും അറിയത്തില്ല. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ഞാൻ വെറുതെ കറങ്ങി നടക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. എന്നിട്ട് ഇതാ അടുത്ത കടയിൽ കയറി. അവിടെ നമ്മൾ ചുരിദാറാണ് നോക്കുന്നത്. ഇതൊന്നും ഏത് കടയാന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവിടെ നിന്ന് ഞാൻ വെറുതെ ഷോ കളിക്കുകയാണ്, ഇതാണ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അമ്മയുടെ ഫോൺ സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് തേരാപ്പാര നടക്കായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മുടെ കൊല്ലം ഫെസ്റ്റ് നടക്കുകയാണല്ലോ. ഓണത്തിനാണ് കൊല്ലം ഫെസ്റ്റ് നടക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഞാൻ പണ്ടിങ്ങനെ ആലുവ മണപ്പുറത്ത് ആലുവ ഫെസ്റ്റല്ല എന്തോ അവിടെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള മറ്റേ ജൈൻ വീൽസും അങ്ങനെ കുട്ടികൾക്ക് കയറാനുള്ള കാര്യങ്ങളും പിന്നെ അക്വേറിയം വലിയ മറ്റേ മത്സ്യങ്ങളൊക്കെ ഉള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചൊരു 1 hour ഉണ്ട് അത് റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 1 hour കറക്റ്റില്ല. അപ്പോൾ ഇവിടെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മയും പോയിട്ടില്ല എന്ന് പറഞ്ഞു. സ്ഥിരം ഫെസ്റ്റിനൊക്കെ കാണുന്ന പോലെ കുറേ കടകളുണ്ടായിരുന്നു. ദാ മിഠായികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പത്തിലേക്ക് കഴിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് മിഠായികളും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതെല്ലാം കൂടെ ഒരു കവറിൽ ഒരുമിച്ചൊരു കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. ഇങ്ങനെ ഓരോ കവർ വെച്ച് വാങ്ങിച്ചിട്ട് വെറുതെ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്. അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മെട്രോയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലും കണ്ടു, പക്ഷെ ഞാൻ പറയാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. കാവയിലാണ് വന്നേക്കുന്നത്. ആകാശിന് ഇഷ്ടം കുഴിമന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാമെന്ന് വെച്ചു. നമ്മൾ വെറൈറ്റി ആക്കാമെന്ന് വെച്ച് നോക്കി, പക്ഷേ അൽഫാമൊക്കെ തന്നെ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് അൽഫാമും കുഴിമന്തിയൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി 12 മണിയായപ്പോൾ നമ്മുടെ ആകാശ് കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ എന്താ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ബാക്കിൽ വൻ പാട്ടും കമൻട്രിയൊക്കെയാണ്. ആകാശ് നോക്കൂ, ക്യാമറ നോക്കൂ, അമ്മയെ പോയി കേക്ക് വാങ്ങിച്ച് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അമ്മ അവന് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു. അവൻ ആ സ്നേഹം കൊണ്ട് എനിക്കും കേക്ക് തരുന്നുണ്ട്. അപ്പം ഞാനും കേക്ക് കഴിച്ച് ഹാപ്പിയായി. അപ്പം നമുക്ക് ആകാശിനോട് ചോദിക്കാം എന്താണ് ഫീൽ ചെയ്യുന്നത് ബർത്ത്ഡേയിൽ. പണ്ടൊക്കെ രസമുണ്ടായിരുന്നു, പ്രായം കൂടുന്നതും വലിയ രസമൊന്നുമില്ല. പണ്ട് ബർത്ത്ഡേ ആവാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം വലിയ സന്തോഷമില്ലല്ലേ? അല്ല, വലിയ സന്തോഷമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്ര ഉണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ പരിപാടി. എല്ലാരും ആകാശിന് ഹാപ്പി ബർത്ത്ഡേ പറയണം. അപ്പൊ നമുക്കിനി നാളെ രാവിലെ കാണാം. ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് ഓണത്തിന്റെ അന്ന് രാവിലെയാണ്. അപ്പൊ ഞാനും അമ്മയും കൂടെ അമ്മയുടെ വീട്ടിൽ പോവാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് അമ്മ ദൂരം? 68. ഓക്കെ, 68 കിലോമീറ്റർ നമ്മൾ പോകാൻ പോവാണ്. അപ്പൊ അമ്മ വീഡിയോ ഒന്നും എടുത്ത് അത്ര യൂസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അമ്മ ഫോൺ പിടിച്ച് എനിക്ക് വീഡിയോ എടുത്തിട്ടൊന്നും അറിയത്തില്ല. മിക്കവാറും നമ്മൾ അടുത്തൊരു സ്റ്റോപ്പിലായിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ എല്ലാവരും പള്ളിയിൽ പോയേക്കുവാണ്. അപ്പോൾ അവരാരും തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ എന്താ വേറെ വിശേഷം? ഇനി ഓണത്തിൻ്റെ സദ്യ ബാക്കി പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, നല്ല കാറ്റ്. ഇന്ന് ഓണമായിട്ട് മഴയൊന്നുമില്ല. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊരു മഴ പെയ്യുമായിരിക്കും. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? പറയൂ, കൊള്ളാവോ? വളരെ സേഫ്റ്റി ആയിട്ട് ഓടിക്കാൻ പഠിക്കും. അതെ അതെ, ഞാനിപ്പം ഭയങ്കര മെച്യൂരിറ്റി എനിക്ക്. അതുകൊണ്ട് ഞാൻ പതുക്കെ ഓടിക്കും. അപ്പം നമുക്കിനി എല്ലാവരും വന്നിട്ട് ബാക്കി വിശേഷങ്ങളുള്ളപ്പോൾ കാണാം. അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ ചീട്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. പൈസ വെച്ചൊന്നുമല്ല, ബുദ്ധി വെച്ച് മാത്രം. അങ്ങനെ നമ്മളൊരു രസത്തിന് വേണ്ടി ചീട്ടൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടിപൊളി സദ്യ കഴിക്കാനുള്ള സമയമായി. എന്തോരം കറികളുണ്ടായിരുന്നു അറിയോ? ഞാൻ സെക്കൻഡ് പന്തിക്കാണ് ഇരുന്നത്. കാരണം എനിക്ക് ആദ്യമേ കഴിക്കുമ്പോൾ അങ്ങോട്ട് വിശപ്പ് തോന്നുന്നില്ല. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടിട്ട് പതുക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്താ പറയുക, ഉണ്ണിയപ്പം, അച്ചാറ്, അച്ചടി, പച്ചടി, എനിക്കറിയത്തില്ല, അവിയൽ, ചമ്മന്തി, എന്തൊക്കെയൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യം പരിപ്പൊക്കെ ഒഴിച്ച് പപ്പടം ഇട്ട് ഇളക്കി. എനിക്ക് ആകപ്പാടെ അറിയാവുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എന്നാൽ കുറച്ചും കൂടെ പപ്പടം വെക്കാന്ന് വെച്ചാൽ നിങ്ങൾ കാണുകയല്ലേ ക്യാമറയിൽ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുകയാണ്. അയ്യോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, നമ്മൾ ഓണത്തിന് ഫുഡ് കഴിക്കുമ്പോൾ എന്തോ ആ സദ്യക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നും. അപ്പോൾ ഞാനിങ്ങനെ ഒരു നല്ല ആംഗിളൊക്കെ നോക്കിയിട്ട് കഴിക്കുന്ന കാണിച്ചു തരായിരുന്നു. എനിക്ക്
അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പതുക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പായസം 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഒരു പായസം കഴിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ദാ ബോളിയും പാലടയൊക്കെ ഇട്ട് ഇളക്കി ഞാൻ കഴിക്കായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആദ്യം അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ എന്താ ലാസ്റ്റ് ആ ഒരു പായസവും ഞാനിങ്ങനെ ഇലയിൽ നിന്ന് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഓണസദ്യ ഞാൻ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത് നമ്മൾ ക്യാരംസ് കളിക്കാൻ തുടങ്ങി. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ എല്ലാ ഗെയിംസും കളിക്കാൻ ഇഷ്ടം അപ്പച്ചനാണ്. അപ്പോൾ അപ്പച്ചനും ഞാൻ ഏകദേശം ഒരേ വൈബാണ്. അപ്പോൾ അങ്ങനെ ഗെയിംസൊക്കെ കളിച്ച് വൈകുന്നേരമായി നമ്മൾ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവർ പറയായിരുന്നു, അയ്യോ ഞങ്ങളെ വീഡിയോയിൽ എടുക്കല്ലേ, എന്നാലും ഒരു മെമ്മറി അല്ലേ. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇവരൊക്കെ എനിക്ക് കാണാൻ പറ്റും. ആ ഒരു ദിവസം ഇവരൊക്കെ എങ്ങനെയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം തന്നെ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ ഇവിടുന്ന് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഗൈസ്, ഓണമായിട്ട് നല്ല ട്രാഫിക് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സിഗ്നലിൽ നിൽക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ക്യൂ ആയിട്ടാണ് ആൾക്കാർ പോകുന്നത്. എങ്ങനെയുണ്ട് അമ്മേ ബ്ലോക്ക്? മാവേലിക്കര പുഷ്പ ജംഗ്ഷൻ, അതുകൊണ്ട് ഇത്രയും ബ്ലോക്ക്. അതെ, എനിക്കറിയത്തില്ല പുഷ്പ ജംഗ്ഷനൊന്നും, ഞാൻ അമ്മയോട് ചോദിക്കും വഴി. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ ഓവറായി. ഓക്കെ ബൈ ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ വീട് എത്താറായി. ഇനി ഒരു 3-4 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അമ്മ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയേക്കാം. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ് അമ്മേനെ. അപ്പോൾ വേറെന്താ വിശേഷം? അയ്യോ, ഓണമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ, സൂപ്പറായിരുന്നു. അപ്പോൾ വേറൊന്നുമില്ല, ഇനി വീട്ടിൽ പോയിട്ട് അമ്മ ബീഫ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിക്കണം. ഇവിടെ വെളിച്ചം കുറവാണ്, കാണുന്നുണ്ട് പിന്നെ. അപ്പം നമുക്ക് തിരിച്ചിനി ഞാൻ വീട്ടിലെത്തിയിട്ട് ഇനി ഞാൻ വീഡിയോയിൽ വരാം. നമുക്കിനി തിരിച്ചു പോകുന്നതും ഉണ്ട് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇത് 2 വീഡിയോ ആക്കും, ചിലപ്പോൾ ഒരു ഹാഫ് ആയിട്ട്. ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഇത് കാണുന്നത്. എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, കാരണം ഒത്തിരി ലെങ്ത് ആയാലും നിങ്ങൾ കാണില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, വീടെത്തിയിട്ട് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്ന ദിവസം കാണാം. ഞാനങ്ങനെ തിരിച്ച് എറണാകുളത്തോട്ട് പോവാണ്. ആകാശാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറയട്ടെ ഹായ് കാണിക്കട്ടെ. അപ്പോൾ അവൻ പറഞ്ഞ് അയ്യോ ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ തള്ളി മറിച്ചു. എനിക്കാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല അത്. ഗൈസ്, ഇപ്പം നമ്മൾ കൊല്ലത്ത് നമ്മുടെ ഈ 4 വഴി പാത പണി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട്. ഇവിടെ ഈ തൂണിന്റെ പണി കഴിഞ്ഞിട്ടില്ല, പക്ഷെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പെയിന്റ് പണിക്കാരന് പെയിന്റ് അടിച്ചിട്ട് വേറെ എവിടെ പോകണമായിരുന്നു ഓണമായിട്ട്. അപ്പൊ അതെന്തായാലും ചെയ്തിട്ടുണ്ട്. എന്തായാലും പകുതി തൂണേ ഉള്ളൂ. ഞാൻ ബാക്ക് ക്യാമറ നിങ്ങളെ കാണിച്ചു. ഈ തൂണ് മാത്രമേ ഉള്ളൂ, മുകളിലോട്ടൊന്നും ഇല്ല, പക്ഷെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ആൾക്കാർ മിടുക്കന്മാരാ. ഇവിടെ പിന്നെ കുറച്ച് ട്രാഫിക്കും ഡീവിയേഷന്റെ ബോർഡും ഒക്കെ ഉണ്ട്. ആകാശ് അതിസാഹസികമായി അതാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആകാശിന്റെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യൂ. ആകാശ് ചേട്ടൻ സൂപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണ സീസണൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഉച്ച സമയത്ത് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ആകാശ് എന്നോട് വരുന്നുണ്ടോ? വരുന്നില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാണ് ഗൈസ്. എക്സാം ആണ്. എക്സാം കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ ഇറങ്ങട്ടെ. കൊച്ചിയിലേക്ക് വരുന്നത് കഴിഞ്ഞ ആകാശ് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ടാറ്റ പറഞ്ഞു. ഞാൻ പോവാണ്. ടാറ്റ ബൈ. അങ്ങനെ ഞാൻ അവരോട് ബായ് ഒക്കെ പറഞ്ഞു. ബായ് സ്ലോ മോഷൻ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലോട്ട് പോവാണ്. അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു ഇനിയും ട്രെയിൻ വരാൻ. അതുകൊണ്ട് ഞാൻ പതുക്കെ പോവായിരുന്നു. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതും ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ട്രെയിൻ എടുത്തു. ഞാൻ എന്താ ട്രെയിനിലിരുന്ന് ആ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാലങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കും. അങ്ങനെ എന്താ ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു, വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം മല്ലു ടെക്കി ഗേൾ.